ഏറെ സ്നേഹത്തോടുകൂടി നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ശ്രീ രാം ശ്രീനിവാസനെ മനസ്സ് നിറഞ്ഞ ഉള്ള നമുക്ക് കൈഡി കൊടുത്തോട്ട് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ചേട്ടാ അവിടെ നിന്ന് സംസാരിച്ച് ഭയങ്കര ഫോമലായി പോകും, അതുകൊണ്ട് ഈ മൈക്കിൽ സംസാരിക്കാമോ? നമ്മുടെ ഫംഗ്ഷൻ അത്രയ്ക്ക് അങ്ങനെ ഫോമലാക്കണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് മലപ്പുറത്തൊരു പരിപാടി പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം. ഇത് ഏതാ ഏരിയ? മലപ്പുറത്തിന്റെ എവിടെയായിട്ട്? മലപ്പുറം തന്നെ, മലപ്പുറം ടൗൺ, കോട്ടപ്പടി. അല്ല, അതെനിക്ക് മനസ്സിലായി. ഇതിന്റെ അടുത്ത് കൊണ്ടോട്ടിക്ക് ഇതിനടുത്തായിട്ട്. ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ UGS പറ്റി പറയുമ്പം, നമ്മൾ UGS ഗോൾഡ് ലോണിനെ പറ്റി പറയുമ്പം, ഞാനിതുവരെ ഒരു സ്ഥലത്തും പോയിട്ട് ഗോൾഡ് പണയം വെച്ച് ലോൺ എടുത്തിട്ടില്ല. കാരണം ഗോൾഡ് വിറ്റിട്ടേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പണയം വെക്കുന്നതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് എനിക്ക് എന്തിനാ പണയം വെക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിറ്റാൽ പോരെ എന്നുള്ളതായിരുന്നു എൻ്റെ പണ്ട് മുതലുള്ള ചിന്ത. അങ്ങനെ കിട്ടിയ ഭാര്യയുടെ കിട്ടിയ സ്വർണ്ണമൊക്കെ ഏകദേശം വിറ്റ് തീർത്തു. അത് ആദ്യം ഒരു വളയിൽ തുടങ്ങി, പിന്നെ നമ്മൾ പതുക്കെ എല്ലാം ചുരണ്ടിയെടുത്ത് ഇപ്പോൾ ഒരുവിധം എല്ലാം വിറ്റ് തീർത്തു. അപ്പോൾ എന്തായാലും നമുക്കിടയിൽ ഒരു തരി പൊന്ന് വാങ്ങാത്തതോ അല്ലെങ്കിൽ വിൽക്കാത്തതോ പണയം വെക്കാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല, ഉറപ്പാണ് അല്ലേ? വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം വീട് വിട്ടിറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അജിത്തേട്ടൻ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ മോൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ശ്രീനിയേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ദിവസം അഭിമാനിയായ ഞാൻ വീട്ടിൽ നിന്ന് ഒരു തുണിമണി, ഒരു പൈസ ഒന്നും എടുക്കാതെയാണ് വീട് വിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോകുന്നു. ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു. ഇത് അറിഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ അറിയാതെ എൻ്റെ കൂട്ടുകാരൻ, ഞാൻ ഇങ്ങനെ ലോഡ്ജിൽ മാറി നിന്ന് താമസിക്കുകയാണെന്നൊക്കെ പുള്ളി അറിഞ്ഞു. അപ്പോൾ ഞാൻ അഭിമാനി ആയതുകൊണ്ട് തന്നെ പുള്ളി നേരിട്ട് എന്നെ സഹായിക്കണ്ട എന്ന് കരുതി. കാരണം ഞാൻ ചിലപ്പോൾ കാശ് പുള്ളി തരുന്ന പൈസ, കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന പൈസയിലാണ് ഞാൻ ലോഡ്ജ് റൂം എടുക്കാൻ പൈസ കിട്ടുന്നൊക്കെ അവൻ തന്ന പൈസ. അങ്ങനെ ഒരു കോൾ സെന്ററിൽ ജോലിക്ക് ശ്രമിക്കുന്നു ഈ ഒരു കാലഘട്ടം. അങ്ങനെ എനിക്ക് എൻ്റെ ഏട്ടൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഭിമാനി ആയതുകൊണ്ട് എൻ്റെ ഏട്ടൻ എൻ്റെ കൂട്ടുകാരന് പൈസ കൊടുത്തിട്ട് ധ്യാനിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ കൊടുക്കും. എന്ന് വെച്ചാൽ ആഴ്ചക്ക് ഒരു 1000 രൂപ 2000 രൂപ കൊടുക്കും. ഇവൻ ഈ 2000 രൂപയെന്ന് ഒരു 1000 രൂപയൊക്കെ മുക്കിയിട്ട് എനിക്ക് എന്നിട്ട് പറയും, ഇത് നീ വെച്ചോ, ഇതിന് നന്ദി എന്നും ഉണ്ടായാൽ മതി എന്നൊക്കെ പറയും. ഏട്ടനോട് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അറിയരുത് ഇത് ഞാൻ തന്ന പൈസയാണെന്ന് ഒരിക്കലും അറിയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവനാണെങ്കിൽ അങ്ങനെ മാസങ്ങളോളം എന്നോട് എനിക്ക് കടപ്പാടും നന്ദിയും, ഇവൻ എന്താ ഇങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹം. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും, 1 വർഷത്തോളം കഴിഞ്ഞപ്പോഴേക്കും ജ്യേഷ്ഠൻ എന്നെ ആ മാൻഷൻ ലോഡ്ജ്, ചെന്നൈയിലുള്ള ലോഡ്ജിൽ നിന്ന് എന്നെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. പുള്ളി ചെന്നൈ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്തേ വൈകി വന്നേ, ഇത്രയും മാസങ്ങളോളം ഞാനിവിടെ നിൽക്കുന്നതൊക്കെ പുള്ളിക്ക് അറിയാൻ തോന്നുന്നു. പുള്ളി പറഞ്ഞു, നീ അഭിമാനിയല്ലേ, ഞാൻ വിളിച്ചാൽ നീ വന്നില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു, എന്ത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂട്ടുകാരന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പൈസ ഞാൻ കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. കുറച്ചധികം പൈസ തന്നു വിട്ടതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു, കിട്ടി, എത്ര കൊടുത്തായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതിന്റെ കണക്ക് വിവരങ്ങൾ അറിയുമ്പോഴാണ് ഇത്രയും പൈസ തന്നിട്ടുണ്ടെന്നോ അതിൽ നിന്ന് ഇവൻ മുഖ്യ കാര്യം ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അഭിമാനിയൊക്കെയാണ് ഏട്ടാ, പക്ഷേ അത് പൈസയുടെ കാര്യത്തിലില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പണത്തിന്റെ കാര്യത്തിൽ അഭിമാനിയായിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് കടം വാങ്ങേണ്ട സമയത്ത് നമ്മൾ കടം വാങ്ങണം. കടം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് നമ്മളെ കുത്തിനെ പിടിച്ച് വാങ്ങിക്കും. അപ്പോൾ കടം വാങ്ങുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇത് കൊടുക്കാനുള്ള
ഇത് നമുക്കുണ്ടോ എന്നുള്ളതും കൂടെ വാദിച്ചിട്ട് വേണം നമ്മൾ കടം വാങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മലയാളികൾക്ക് ഈ അഭിമാന പ്രശ്നം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ സ്വർണം വിൽക്കാനൊരു മടിയാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അഭിമാനികളെ നമ്മൾ വിൽക്കേണ്ട, പണയം വെച്ചാൽ മതി. അതിന് നിങ്ങൾ UGSലേക്ക് വരിക. അപ്പോൾ ഈ അഭിമാനക്ക്